ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ പല തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്തും ആളുകൾ പല കമൻറ്റുകൾ അയക്കാറുണ്ട്. കാരണം ട്രാപ്പാണ്, ഉഡായിപ്പാണ്, പറ്റിക്കലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ ചെയ്യുന്ന KSFE ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് ആ ചിട്ടിയോട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള KSFE ശാഖകളിൽ, അതായത് നിങ്ങളുടെ വീടിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവിൽ 4-5 KSFയുടെ ശാഖകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ മെയിൻ ശാഖകൾ ഉണ്ടാവും. അവിടെയൊക്കെ വലിയ ചിട്ടികൾ ചെയ്യുന്ന ബ്രാഞ്ചുകളുണ്ട്. കാരണം 1 കോടിൻ്റെ, 1.5 കോടിൻ്റെ, 2 കോടിൻ്റെ ഒക്കെ ചെയ്യുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചിട്ടിയോട് താല്പര്യം ഉണ്ട് എങ്കിൽ ആ ബ്രാഞ്ചുകളിൽ നേരിട്ട് തന്നെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനോടൊരു ഉറപ്പ് വരുന്ന പക്ഷം മാത്രം നിങ്ങൾ ചിട്ടി ചേരുക. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും കൂടി ഒന്നുകൂടി അന്വേഷിക്കുക. ബ്രാഞ്ചുകളിൽ നേരിട്ട് തന്നെ പോയി അന്വേഷിക്കുക. KSFയുടെ ശാഖകൾ കേരളത്തിൽ 684 ശാഖകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ 3, 4, 5 ശാഖകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ നേരിട്ട് പോയിട്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കാരണം നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്, സലാപറിയും 5 ലക്ഷത്തിൻ്റെ, 10 ലക്ഷം, 20 ലക്ഷം, അങ്ങനെ പല സലയിൽ വരുന്ന ചിട്ടികളുണ്ടാവും. അതേപോലെ തന്നെ പല ഡിനോമിനേഷനിൽ വരുന്ന ചിട്ടികളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടികളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ചിട്ടിയിൽ ചേരുക. അല്ല ഞാൻ ചിട്ടിയുടെ വീഡിയോ ചെയ്തു പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോയിട്ട് ചേരണമെന്നില്ല. നമ്മൾ ആരെയും ചിട്ടി ചേര് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കാറുമില്ല. കാരണം നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളും, ഞാനും ഓൾറെഡി ചിട്ടി ഉള്ള ആൾ തന്നെ. എനിക്ക് നിലവിൽ 4-5 ചിട്ടിയൊക്കെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും. ആ അനുഭവം 1-2 മിനിറ്റ് വീഡിയോ ആക്കി നമ്മൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി ആ വീഡിയോയും കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ മറ്റുള്ളവർക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചോദനം കിട്ടുമെങ്കിൽ അവൾക്കൊരു അംഗീകാരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.